ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പൊടിയും കടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീട്ടു സാധനങ്ങളും വാങ്ങിച്ച് അമ്മായി എന്ന് ഉറക്കെ വിളിച്ച് വിനീത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ജയബാലൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശാരദയും രാധമ്മയും പിന്നാലെ വരുന്നു. ഡെലിവറി ബോയ് എത്തിയല്ലോ എന്ന് ജയബാലൻ പറയുമ്പോൾ വിനീതിന്റെ കയ്യിൽ പിടിച്ച് ശാരദ പറയുകയാണ്, അയ്യോ വിനീത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൊ ജയബാലൻ പറയുകയാണ്, അതൊക്കെ എനിക്കറിയാം, പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെയാ വിനീത് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ആഗ്രഹിച്ചേക്കരുത് കേട്ടോ, പിന്നീട് നിരാശപ്പെടേണ്ടി വരും. അപ്പൊ ശാരദ പറയുകയാണ്, ഞങ്ങൾ കാശ് കൊടുത്താലും വിനീതവും വാങ്ങാറില്ല, ബലമായിട്ട് നിർബന്ധിക്കാൻ പറ്റുമോ? അപ്പൊ ജയബാലൻ പറയുകയാണ്, ജീവിതം അങ്ങനെ, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുകയില്ല, ആഗ്രഹിക്കാത്തത് കെട്ടി ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പം പോട്ടെ മോനെ, വിനീത് എന്ന് വിളിച്ച് തോളിലൊന്ന് തട്ടിട്ട് ജയബാലൻ അവിടെ നിന്ന് പോവുകയാണ്. പുഞ്ചിരിച്ച വിനീത് പറയുന്നു, അമ്മ ഇത് അകത്തെടുത്ത് വെക്ക്, പച്ചക്കറി ടൗണിൽ നിന്ന് വാങ്ങിയതാ, കുറച്ച് ലാഭത്തിൽ കിട്ടി. അമ്മമ്മയ്ക്കുള്ള തൈലവും കുഴമ്പും ഒക്കെ ഇതിലുണ്ട് കേട്ടോ, ഞാൻ പൊയ്ക്കോട്ടെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ശാരദ പറയുമ്പോൾ വിനീത് പറയുകയാണ്, വേണ്ട അമ്മായി, ഇങ്ങോട്ട് വരുന്ന വഴി കഴിച്ചു, കടയിൽ ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോട്ടെ. അങ്ങനെ വിനീത് അവിടെ നിന്ന് പോകുമ്പോൾ രാധമ്മ പറയുകയാണ്, പൊട്ടൻ, മരപ്പൊട്ടൻ. ശാരദ ചോദിക്കുന്നു, എന്താ അമ്മേ, ആരുടെ കാര്യം ഈ പറയുന്നത്? അപ്പോൾ രാധമ്മ പറയുകയാണ്, എന്റെ കൊച്ചുമോന്റെ കാര്യം തന്നെ, അവനോളം വലിയ മരമണ്ടൻ ഈ ഭൂമിയിലെങ്ങും കാണില്ല. ശാരദ ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. അപ്പൊ രാധമ്മ പറയുകയാണ്, വിനീത് കൊണ്ടുവരുന്ന കത്തിരിക്കയും പടവലങ്ങയും കുറച്ചുകൂടി നന്നായി വെട്ടി വിഴുങ്ങും, അപ്പൊ നിന്റെയൊക്കെ ബുദ്ധി തെളിയും. കൂട്ടത്തിൽ അമ്മയും വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, പിന്നെന്താ പുതുമയെന്ന് ശാരദ ചോദിക്കുമ്പോൾ രാധമ്മ പറയുകയാണ്, ഞാൻ കഴിച്ച ദഹിക്കുവടി നീ നിന്റെ മക്കളും കഴിച്ചാൽ ദഹിക്കത്തില്ല. അത് തന്നെ കാരണം, ജീവിതകാലം മുഴുവൻ ഞാൻ അവന്റെ ചെലവിൽ കഴിഞ്ഞാലും ഞാൻ അവന്റെ അമ്മമ്മ തന്നെയാ. നീയുമായിട്ടൊക്കെ അവൻ എന്താ ബന്ധം? മകള് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അടുപ്പിൽ തീ പുകയണമെങ്കിലേ അവൻ മെഷീൻ ചവിട്ടണം. എന്നിട്ട് മൂത്തവളുടെ കല്യാണക്കാര്യം വന്നപ്പോൾ ചെറുക്കൻ പുറത്ത്. ശാരദ ചോദിക്കുന്നു, അമ്മേ വിനീതും ഗംഗയായിട്ടുള്ള കല്യാണം നമ്മൾ ആലോചിക്കാഞ്ഞിട്ടാണോ? രാധമ്മ ചോദിക്കുന്നു, അന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് ആരാടി? വിനീതാണോ? അവൻ ഇപ്പോഴും ഈ ബന്ധത്തിന് താല്പര്യമൊക്കെ ഉണ്ട്. അമ്മയോട് വിനീത് അങ്ങനെ പറഞ്ഞുവെന്ന് ശാരദ ചോദിക്കുമ്പോൾ രാധമ്മ ചോദിക്കുകയാണ്, പറയണോ? ഇതൊക്കെ അല്ലാതെ തന്നെ മനസ്സിലാകും, വെറുതെ പ്രായമായെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിച്ചു വരണം, അതാണല്ലോ നാട്ടു നടപ്പെന്ന് ശാരദ പറയുമ്പോൾ രാധമ്മ ചോദിക്കുകയാണ്, അരവിന്ദൻ മരിച്ചിട്ട് 3 മാസം തികഞ്ഞോടി, അതിനിടയിൽ ജയപാലിന്റെ സ്വന്തക്കാരനുമായിട്ട് ഗംഗയ്ക്ക് കല്യാണം ആലോചിച്ചുവെന്ന് സുജാതയ്ക്ക് എങ്ങനെ അറിയാം? അവക്കെന്താ മഷിനോട്ടം പരിചയമുണ്ടോ? ശാരദ ചോദിക്കുന്നു, അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, അമ്മ തന്നെ പറ. അപ്പോൾ രാധമ്മ പറയുകയാണ്, ഇനി നീ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ആരും അതിനെ എതിര് പറയാതിരുന്നാ മതി. തുടർന്ന് സുജാതയുടെ വീട്ടിലേക്ക് വന്ന രാധമ്മ വെള്ളം കുടിക്കുമ്പോൾ സുജാത പറയുകയാണ്, വെള്ളം കുറെ ആയല്ലോ, അമ്മ കാര്യം പറ. അപ്പൊ രാധമ്മ പറയുകയാണ്, നിന്നെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ സുജാതെ. ഇത് കേട്ട് സുജാത ചോദിക്കുന്നു, അങ്ങോട്ടുള്ള ദൂരം തന്നെയല്ലേ ഇങ്ങോട്ടുള്ളത്, പിന്നെ ഞാൻ അവിടെ വന്നിട്ട് ആരെ കാണാനാ? എന്നെ കാണാലോ എന്ന് രാധമ്മ പറയുമ്പോൾ സുജാത ചോദിക്കുകയാണ്, ആരെ? ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ മരുമോളുടെ കൂടെ കെട്ടിപ്പൊതിക്കൊണ്ട് പോയ നിങ്ങളെയോ? എന്നെ പറ്റേന്റെ പേരിൽ നെഞ്ചിലുണ്ടായിരുന്ന കല്ലിറങ്ങിയോ ആവോ? അപ്പൊ രാധമ്മ പറയുകയാണ്, കഴിഞ്ഞതൊക്കെ വിട് സുജാതെ, എന്തൊക്കെയായാലും ഞാൻ നിന്റെ അമ്മയല്ലേ. സുജാത ചോദിക്കുന്നു, അയ്യോ അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്, ഞാൻ ശരിക്കും കേട്ടില്ല. അപ്പൊ രാധമ്മ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ അമ്മയല്ലേന്ന്. ഇത് കേട്ട് സുജാത പറയുകയാണ്, അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്, സ്വന്തം മകളെക്കാൾ ശാരദയോടാണ് പ്രിയമെന്ന്, എന്നെ പെറ്റുപോയതിൽ ഖേദിക്കുന്നു എന്നൊക്കെയല്ലേ. അമ്മ ഇപ്പം വന്ന കാര്യം പറ. അപ്പൊ രാധമ്മ പറയുകയാണ്, വന്ന കാര്യം നേരെ അങ്ങ് പറയാം, അത് എനിക്കും ഇഷ്ടമെന്ന് സുജാത പറയുമ്പോൾ രാധമ്മ പറയുകയാണ്, വിനീതിന്റെയും ഗംഗയുടെയും കല്യാണം നടത്തിയാലോ എന്നൊരു ആലോചന. സുജാത ചോദിക്കുന്നു, ആലോചന ആർക്ക്, അമ്മയ്ക്കോ അതോ ശാരദയ്ക്കോ? അപ്പൊ രാധമ്മ പറയുകയാണ്, അതിപ്പോൾ മൊത്തമായിട്ടുള്ളൊരു. അപ്പൊ സുജാത പറയുന്നു, തെറ്റൊന്നുമില്ലമ്മേ, പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണാലോചനയൊക്കെ ആകാം, നിനക്കപ്പോൾ എതിർപ്പൊന്നും ഇല്ലല്ലോ എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ സുജാത ചോദിക്കുകയാണ്, എനിക്കെന്ത് എതിർപ്പ്, പക്ഷെ ചില ഉപാധികളൊക്കെ ഉണ്ട്, ഒരിക്കലും എന്റെ മകനെ വേണ്ടായിരുന്നല്ലോ അവൾക്ക്, അതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് വന്നാൽ നാണം കെടാൻ വയ്യ. അപ്പൊ രാധമ്മ പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടാകില്ല സുജാതെ, ഞാനല്ലേ പറയുന്നത്. അപ്പൊ സുജാത പറയുകയാണ്, ആലോചനയുമായിട്ട് ശാരദ ഇങ്ങോട്ട് വരട്ടെ, അതിൽ തെറ്റുണ്ടോ? അപ്പൊ രാധമ്മ പറയുകയാണ്, ഒരു തെറ്റുമില്ല, ഞാൻ അവളോട് പറയാം. അപ്പൊ സുജാത പറയുന്നു, ശാരദ ഒറ്റയ്ക്ക് പോരാ, ഒപ്പം ഗംഗയും വേണം, അവൾക്ക് ഇപ്പോഴും എതിർപ്പുണ്ടോന്ന് അറിയണമല്ലോ, എന്നിട്ടല്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് പെണ്ണോലോചിക്കാൻ വരാൻ പറ്റൂ. ഇത് കേട്ട് രാധമ്മ പറയുന്നു, അത് ന്യായമാ സുജാതെ, നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവളെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ സുജാത പറയുന്നു, പറയുന്നതേ എന്റെ കാല് പിടിച്ചോണ്ടായിരിക്കണം, അമ്മയും മകളും കണ്ണീരുകൊണ്ട് എന്റെ കാല് കഴുകണം, അത് കാണാൻ അവരുടെ മറ്റു മക്കളും ഹാജരാകണം, കൂടെ നിങ്ങളും. പിന്നെ വിനീതിന്റെ കാര്യം അറിയാലോ, ഒരിടത്തും ഒരു പേരുദോഷം വരുത്താത്ത ചെറുക്കനാ, അവന് സ്വന്തമായിട്ട് ഈ വീട് സ്ഥലമുണ്ട്, ഒപ്പം ഒരു തയ്യക്കടയും, അധ്വാനിച്ചൊരു കുടുംബം പോറ്റുന്നുണ്ട്, അവൻ അർഹിക്കുന്ന സ്ത്രീധനം കിട്ടണം, പണമായിട്ട് 1 രൂപയോ സ്വർണമായിട്ട് 1 ഗ്രാമോ കുറയരുത്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ കല്യാണം ആലോചിക്കാൻ ശാരദയോട് പറ, അമ്മ പോവല്ലേ, വഴിച്ചിലവിന് എന്തെങ്കിലും ഞാൻ തന്നുവിടാം. രാധമ്മ ചോദിക്കുന്നു, തൊട്ടപ്പുറത്തേക്ക് പോകുന്നതിന് എനിക്ക് എന്തിനാടി വഴിച്ചിലവ്? അപ്പൊ സുജാത പറയുകയാണ്, അല്ല അതൊക്കെ ഒരു നാട്ടുനടപ്പല്ലേ അമ്മേ, കല്യാണ ആലോചനയുമായിട്ട് വരുന്ന ലൂസി അമ്മയെ പോലെയുള്ള ദല്ലാളന്മാർക്ക് വഴിച്ചിലവിന് നമ്മൾ കാശ് കൊടുക്കാറുണ്ട്, അമ്മ എനിക്ക് 10 100 തന്നുവിടാം, ഇപ്പൊ വരാന്ന് പറഞ്ഞ സുജാത അകത്തേക്ക് പോകുമ്പോൾ കണ്ണി നിറങ്ങി നിൽക്കുകയാണ് രാധമ്മ. തുടർന്ന് രാധമ്മയും യമുനയും കാവേരിയും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. നില എവിടെയെന്ന് കാവേരി ചോദിക്കുമ്പോൾ യമുന പറയുന്നു, അവള് കഴിച്ചിട്ട് നേരത്തെ കിടന്നു. ശാരദ രാധമ്മയുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി
ചപ്പാത്തി വെച്ച് കൊടുക്കുമ്പോൾ രാധമ്മ പറയുന്നു, അയ്യോ എനിക്ക് ഇത്രയും വേണ്ട, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ അവൾക്ക് ഇട്ട് കൊടുക്കാൻ. ശാരദ പറയുമ്പോൾ കാവേരി ചോദിക്കുന്നു, എന്താ യമുനെ, നിന്റെ അമ്മയ്ക്ക് എന്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഇടാൻ കൈ പൊങ്ങില്ലേ? ചുമ്മാ വഴക്കിടാൻ നിൽക്കല്ലേ, ചപ്പാത്തി ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞ് ഗംഗ ചപ്പാത്തി എടുത്തു കൊടുക്കുകയാണ്. ശാരദ പറയുന്നു, ഊര് തെണ്ടി നടക്കുന്നവർക്ക് ഇവിടെ ഭക്ഷണമൊന്നുമില്ല. ഗംഗ ചോദിക്കുന്നു, എന്താ അമ്മ ഇത്, എപ്പോ നോക്കിയാലും ഈ വീട്ടിൽ വഴക്ക് വഴക്ക് വഴക്ക്, ഇനി ആരും മിണ്ടരുത്, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും സ്വൈര്യമായിട്ടിരിക്കട്ടെ. അവൾ കാവേരി പറയുകയാണ്, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം, ആ മനുഷ്യൻ ജയബാലൻ അങ്കിള്, അല്ലെങ്കിൽ എന്തിനാ അങ്കിളെന്ന് വിളിക്കുന്നത്, ജയബാലൻ, അയാൾ ഒരു ഭൂലോക ഫ്രോഡാണ്. അച്ഛനെ അയാൾ പറ്റിച്ചു, ഇപ്പൊ നമ്മളെ പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് ശാരദ ചോദിക്കുകയാണ്, അങ്ങനെ പറ്റിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് മനസ്സിലായ പിന്നെ മുഖത്ത് നോക്കാൻ പറ്റുമോടി? ഇനി ഇങ്ങി വരട്ടെ മുഖത്ത് നോക്കാൻ കാവേരി പറയുമ്പോൾ ശാരദ പറയുകയാണ്, അതിനെന്താ, നീ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടും ജയബാലേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദേഷ്യത്തോടു കൂടി കാവേരി ചോദിക്കുന്നു, ഇവിടെ വന്നെന്നോ? കണ്ടില്ലേ കള്ളത്തരം, ഉണ്ടായപ്പോ ഞാൻ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായപ്പോഴേ സ്വയം വെള്ള പൂശി മുഖം രക്ഷിക്കാനാ ഇവിടെ വന്നത്. ശാരദ ചോദിക്കുന്നു, വെള്ള പൂശാനോ? ജയബാലേട്ടൻ ഗംഗയ്ക്ക് ഒരു കല്യാണാലോചനയും കൊണ്ടാ വന്നത്. ഇത് കിട്ടി ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഗംഗയും കാവേരിയും. കല്യാണമോ എനിക്കൊന്ന് ഗംഗ ചോദിക്കുമ്പോൾ ശാരദ പറയുകയാണ്, ആ കല്യാണാലോചന. അവൾ ഗംഗ ചോദിക്കുന്നു, അതിനുള്ള സമയമാണോ ഇത്? ഇത് കേട്ട് ശാരദ പറയുകയാണ്, നിന്റെ കല്യാണം നടത്താനല്ലേ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നത്, അച്ഛൻ മരിച്ചതുകൊണ്ട് അത് കുറച്ച് നീണ്ടുപോയി. അപ്പൊ ഗംഗ പറയുകയാണ്, അതല്ലമ്മേ, അന്നത്തെ സാഹചര്യമാണോ ഇപ്പോൾ? അന്ന് നമുക്ക് വീടുണ്ട്, തോട്ടമുണ്ട്, ആഭരണങ്ങളുണ്ട്, അച്ഛൻ ഗൾഫിൽ നിന്ന് സമ്പാദിച്ച പണമുണ്ട്. ഇപ്പൊ എല്ലാം ഒറ്റയടിക്ക് തകർന്നില്ലേ? നമ്മുടെ കയ്യിലിപ്പം എന്തുണ്ട്? ഒരു വീടുണ്ടെങ്കിൽ തന്നെ ആഭരണങ്ങളെല്ലാം ബാങ്കിൽ പണയത്തിലിരിക്കുകയല്ലേ? അപ്പൊ ശാരദ പറയുകയാണ്, ഇത് ജയബാലേട്ടന്റെ ബന്ധത്തിൽപ്പെട്ടതാ. ചിരിച്ചുകൊണ്ട് കാവേരി പറയുന്നു, കൊള്ളാം, കൊച്ചുണ്ണിയുടെ ഫാമിലി ഈ തിക്കരപ്പക്കിയുടെ ഫാമിലി എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ജയബാലന്റെ ബന്ധത്തിലുള്ള പയ്യൻ. എന്തായാലും ഗംഗേച്ചിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല, ആരാന്റെ മുതല കട്ടിട്ടായാലും ഗംഗേച്ചിയെ പൂറ്റിക്കോളും. ഇത് കേട്ട് ശാരദ പറയുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയുന്ന ഒരാൾ വരുന്നത് തന്നെയാണ് പ്രാധാന്യം. കാവേരി ചോദിക്കുന്നു, ജയബാലൻ കൊണ്ടുവരുന്നത് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന പയ്യനായിരിക്കും അല്ലെ? അതേന്ന് ശാരദ പറയുമ്പോൾ കാവേരി പറയുകയാണ്, കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഇതെല്ലാം കേട്ട് രാധമ്മ പറയുകയാണ്, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഗംഗയെ വിനീതിന് കെട്ടിച്ചു കൊടുക്ക്, അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. ഇത് കേട്ട് ഗംഗ പറയുകയാണ്, വിനീതേട്ടൻ എന്നെ കല്യാണം ആലോചിച്ചപ്പോഴും നമ്മുടെ സ്ഥിതി വേറെ ആയിരുന്നു അച്ഛമ്മേ, അച്ഛനടക്കുമെന്ന് നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ യമുന പറയുകയാണ്, ശരിയാ, ഇനി വിനീതേട്ടൻ ഗംഗേച്ചിയെ കല്യാണം കഴിക്കാൻ സുജാതമായി സമ്മതിക്കില്ല. കാവേരി ചോദിക്കുന്നു, അതിന് അമ്മായിയുടെ സമ്മതം എന്തിനാ? അപ്പൊ യമുന പറയുകയാണ്, സമ്മതമൊക്കെ വേണം ചേച്ചി, ഇല്ലെങ്കിലേ അമ്മായി ഗംഗേച്ചിയെ മാത്രമല്ല ചെന്ന് കയറുന്ന പെണ്ണ് ആരായാലും നടുവൊടിക്കും. രാധമ്മ ചോദിക്കുന്നു, അപ്പോഴെന്താ, എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകുമോ? സുജാതയെ പറ്റ തള്ളയാണ് ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകില്ല അവള്. ഇത് കേട്ട് യമുന പറയുകയാണ്, കുറച്ചുനാളെ അവിടെ പോയി നിന്നല്ലോ, അന്ന് ഗംഗേച്ചിയെ നിളയടക്കം പണിയെടുപ്പിച്ച് സുജാതമായി നടു ഒടിപ്പിച്ചപ്പോൾ അച്ഛമ്മ അവിടെ ഇല്ലായിരുന്നു. അല്ല, അന്ന് പറിച്ച മാങ്ങയെല്ലാം കൂടി എന്ത് ചെയ്തു? മാമ്പഴ മാർക്കറ്റിലേക്ക് കയറ്റി വിട്ടോ, അതോ സ്വന്തമായിട്ടൊരു മാർക്കറ്റ് തുടങ്ങിയോ? ഇതെല്ലാം കേട്ട് കാവേരി പറയുകയാണ്, സുജാതാമായി എന്നും മാർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, ഹോറിബിൾ. അപ്പൊ യമുന പറയുകയാണ്, ജയബാലങ്ങൾ കഷ്ടപ്പെട്ട് ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറയാല്ലേ, അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് കാവേരി ചോദിക്കുമ്പോൾ ശാരദ പറയുകയാണ്, നീയും അല്ല. അപ്പോൾ കാവേരി പറയുന്നു, എന്തായാലും ജയബാലന്റെ ബന്ധുവായിട്ട് ഇവിടെ ബന്ധുത്വം വേണ്ട, അത് നീയല്ല തീരുമാനിക്കുന്നതെന്ന് ശാരദ പറയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കാവേരി പറയുന്നു, എന്നാ തീരുമാനിച്ചു. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ശാരദ പറയുകയാണ്, നിക്കടി അവിടെ, കാഴ്ച പ്ലേറ്റ് കൊണ്ട് എടുത്തു വെക്ക്, പറഞ്ഞില്ലെങ്കിലും ചെയ്യും, അതാ ശീലം എന്ന് പറഞ്ഞ കാവേരി പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോവുകയാണ്. ശാരദ പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോണം, ഇനി മുതൽ ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അനുസരിച്ചാ മതി. ഇത് കേട്ട് ഗംഗ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബേബി ചേട്ടൻ കടയുടെ മുന്നിൽ വീണ്ടും ഗംഗയുടെ ചിത്രം വരയ്ക്കുകയാണ്. വിനീത് പുഞ്ചിരിച്ച് ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ബേബി ചേട്ടൻ പറയുന്നു, എടാ വിനീതേ, നീ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ കടമ, അല്ലെങ്കിൽ ഈ കല്യാണമൊക്കെ നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കടമയാ. ഈ ബേബി ചേട്ടന്റെ ഒരു കാര്യമെന്ന് വിനീത് പറയുമ്പോൾ ബേബി ചേട്ടൻ പറയുകയാണ്, പോടാ അവിടുന്ന്. അതെ, നീ ഒന്നും അറിയണ്ട, ഞങ്ങൾ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി തരും, പിന്നെ പെണ്ണിനെ പോറ്റേണ്ടത് നിന്റെ കടമയാ. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വന്ന നിവിൻ ബ്രോ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി വിനീത് നിവിനെ എന്ന് വിളിക്കുമ്പോൾ ബേബി ചേട്ടൻ പറയുകയാണ്, പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ചില വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞ പിന്നെ അവർക്ക് അവരുടെ ചെറുക്കനെ മാത്രം മതി, കൂട്ടുകാരെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും, പിന്നെ കള്ളോ മറ്റോ കുടിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട, സമ്പർക്കം തന്നെ വിലക്കും. അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ മോനെ, പഴയതൊന്നും മറന്നേക്കരുത്, വല്ലപ്പോഴും ഈ ബേബി ചേട്ടന് ഒരു ചെറുതടിക്കാൻ കാശ് തരണം, ഭാര്യ അറിയണ്ട. അവിടേക്കൊന്ന് നിവിൻ ചോദിക്കുന്നു, എന്തായി, സംഗതി സെറ്റായോ? ബേബി ചേട്ടൻ ചോദിക്കുന്നു, വലിയ കൂട്ടുകാരനായിട്ടും നീ നിവിനോടൊന്നും പറഞ്ഞില്ലേ വിനീതേ? എടാ കള്ളാന്ന് നിവിൻ വിളിക്കുമ്പോൾ വിനീത് പറയുകയാണ്, അല്ല അങ്ങനെ വാക്കൊന്നുമായിട്ട്
ബേബിച്ചേട്ടൻ പറയുകയാണ്, വാക്കെന്ന് പറഞ്ഞാൽ എന്താ, ആ വീട്ടിൽ ചെന്ന പെണ്ണ് ചോദിക്കണം. അപ്പൊ അവിടുത്തെ കുടുംബനാഥൻ ഒരു തീരുമാനം പറയും. അവിടുത്തെ കുടുംബനാഥൻ ഇപ്പൊ ആരാന്ന് വിനീത് ചോദിക്കുമ്പോൾ ബേബി പറയുകയാണ്, നീ എടാ ഒരു വീട്ടിലെ ചിലവ് നടത്തുകയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് കുടുംബനാഥൻ. ഇപ്പൊ അവിടെ ഈ സ്ഥാനത്ത് നീയാ. അപ്പൊ നീ നിന്നോട് തന്നെ ചോദിക്കണം, നിന്നെ കൊണ്ട് നിന്റെ ഗംഗയെ കെട്ടിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ നീ നിന്നോട് തന്നെ പറയണം, നിനക്ക് നിന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന്. ഇത് കേട്ട് വിനീത് ചിരിക്കുമ്പോൾ നിവിൻ ചോദിക്കുന്നു, എടാ എന്താ രാവിലെ പിടിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ വിനീത് പറയുകയാണ്, ഒരു സന്തോഷത്തിന് 2 കഴിക്കാനുള്ള കാശ് ഞാൻ കൊടുത്തായിരുന്നു. ഇത് കേട്ട് നിവിൻ പറയുകയാണ്, എടാ ചതിയ, എന്നിട്ട് നീ എനിക്ക് മാത്രം ചിലവ് ചെയ്തില്ലല്ലോ. നിനക്ക് പ്രേമലേഖനം എഴുതാനും അവരുടെ വായിലിരിക്കുന്നത് കേട്ടത് ഞാൻ, എന്നിട്ട് ചിലവ് മറ്റുള്ളവർക്ക്. കൊള്ളാം. തോളിൽ കൈവച്ച് വിനീത് ചോദിക്കുന്നു, അളിയൻ എന്താ വേണ്ടത്? അപ്പൊ നിവിൻ ചോദിക്കുകയാണ്, നീ എന്ത് ചോദിച്ചാലും തരുമെന്ന് വിനീത് പറയുമ്പോൾ നിവിൻ പറയുകയാണ്, എങ്കിൽ ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ ചോദിച്ചോളാം. അപ്പൊ വാക്ക് മാറ്റാതിരുന്നാ മതി. വിനീത് ചോദിക്കുന്നു, എടാ നിനക്ക് എന്തിന്റെ കുറവാടാ ഉള്ളത്? പണമോ, വിദ്യാഭ്യാസമോ, സൗന്ദര്യമോ, അതോ ലോകപരിചയമോ? എങ്ങനെ നോക്കിയാലും എന്നെക്കാളും മുകളിലാണ് നീ. ആ നിനക്ക് എന്നെ കൊണ്ട് എന്ത് സഹായം വേണ്ടി വരാനാടാ? പുഞ്ചിരിച്ച് നിവിൻ പറയുന്നു, ബ്രോ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും വിലക്ക് വാങ്ങാൻ പറ്റാത്ത ചിലതുണ്ട്. അവിടെ ചിലപ്പോൾ എനിക്ക് നിന്റെ സഹായം വേണ്ടി വരും. ചിത്രത്തിലേക്കൊന്ന് നോക്കിയിട്ട് വിനീത് പറയുന്നു, ബേബി ചേട്ടാ ആ കൺപീലിയൊക്കെ ഒന്ന് തെളിച്ചു വരയ്ക്ക്, നല്ലതുപോലെ വിടർന്നു നിൽക്കണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ബേബി പറയുകയാണ്, മീൻസ് പൂത്തിരി പോലെ. ഏറ്റു. പിന്നീട് കാണിക്കുന്നത് ഗംഗയെ പെണ്ണ് കാണൽ ചടങ്ങിനായി ഒരുക്കുകയാണ് യമുന. തൊട്ടരികിൽ കാവേരിയുണ്ട്. എടി മതി, ആരെ കാണിക്കാനാണെന്ന് ഗംഗ ചോദിക്കുമ്പോൾ യമുന പറയുകയാണ്, എല്ലാവരും കണ്ടോട്ടെ ഞങ്ങളുടെ ഗംഗേച്ചിയെ. ചെറുക്കൻ ഇഷ്ടപ്പെടട്ടെ. ഇഷ്ടപ്പെട്ടെന്ന് കരുതി ബലമായിട്ട് പിടിച്ചോണ്ടൊന്നും പോകില്ലല്ലോ. ഗംഗേച്ചിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. കാവേരി ചോദിക്കുന്നു, അങ്ങനെ കണ്ട വായി നോക്കികളുടെ ഒക്കെ മുന്നിൽ കെട്ടിയൊരുക്കി നിർത്താനുള്ളതാണോ നമ്മുടെ ഗംഗേച്ചിയെ? കാറിന്റെ ശബ്ദം കേട്ട് കാവേരി പറയുകയാണ്, 100 ആയുസ വന്നു എന്ന് തോന്നുന്നു. ഗംഗ ടെൻഷനോടുകൂടി ഇരിക്കുന്നു. തുടർന്ന് ചെറുക്കനെയും വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് സ്നേഹതീരത്തേക്ക് വരികയാണ് ജയബാലൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ജയബാലൻ പറയുന്നു, ഇതാ അരവിന്ദൻ ഉണ്ടാക്കിയ വീട്. ചെറുക്കന്റെ അമ്മ പറയുകയാണ്, ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു വീട് വെക്കണമെങ്കിൽ അരവിന്ദന് ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരിക്കണമല്ലോ. ഇത് കേട്ട് ജയബാലൻ പറയുകയാണ്, ഓ എവിടുന്നാ, അയാൾക്ക് ഗൾഫിൽ ചെറിയ ജോലി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സ്വപ്നങ്ങളൊക്കെ പക്ഷെ വലുതായിരുന്നു. ഈ വീടടക്കവേ ഓരോന്നിങ്ങനെ EMIയും കടം മേടിച്ചുമൊക്കെ ദൂർത്തടിക്കുമ്പോഴേ ഞാൻ ചോദിക്കുമായിരുന്നു, അരവിന്ദ ഈ കൈവിട്ട പോക്ക് എങ്ങോട്ടാണെന്നേ? പോകുന്നിടം വരെ പോട്ടേന്നാ അരവിന്ദന്റെ മറുപടി. ഇതിപ്പോ കണ്ടില്ലേ, ഇടിച്ചങ്ങ് നിന്നു. വരവറിയാതെ ചിലവ് ചെയ്താലേ ഇരുപകൽ അറിയാതെ ഏകാദശി നോക്കേണ്ടി വരുമെന്നാ പഴമക്കാര് പറയുന്നത്. അരവിന്ദന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാ. ഭാര്യയ്ക്കും മക്കൾക്കും അരവിന്ദന്റെ മേൽ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടിയ കാശ് അവര് പൊടിച്ചങ്ങ് തീർക്കുകയും ചെയ്തു. അരവിന്ദനെ വേറെ ഏതോ വകുപ്പിലൂടെയും പണം ചോരുന്നുണ്ടായിരുന്നേ. അരവിന്ദൻ മരിച്ചപ്പോൾ കടക്കാരുടെ വരവും കൂടി. ഒടുവിൽ ഈ വീട് തന്നെ ബാങ്കുകാർ കൊണ്ടുപോകുകയും ചെയ്തു. ഒടുക്കം പിള്ളേരുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുത്താ ഈ വീട് ബാങ്കിൽ നിന്ന് തിരിച്ചു പിടിച്ചത്. നിങ്ങൾ ഇക്കാര്യം ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ. അതെ, എന്റെ ഭാര്യ പ്രവീണയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. അവൾ അറിഞ്ഞാൽ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചിലവാക്കേണ്ട പണമല്ലേ എന്ന് പറഞ്ഞ് എന്റെ മേലെ തീ കോരിയിടുവന്നേ. ചെറുക്കന്റെ അമ്മ പറയുന്നു, ഞാൻ ഈ കാര്യത്തിൽ പ്രവീണയുടെ കൂടെയാ. വല്ലവരുടെയും പിടിപ്പുകേടിന് നമ്മളെന്തിനാ പടമടയ്ക്കുന്നത്? അപ്പൊ ജയബാലൻ പറയുകയാണ്, കാശല്ലല്ലോ ജയശ്രീ പ്രധാനം. എനിക്കിങ്ങനെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ലെന്നേ. കൈ അടിച്ച് ചിലവാക്കി പോകുമെന്നേ. പണ്ട് മുതലേ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയതാ. ഇത് കേട്ട് ജയശ്രീ പറയുന്നു, ഇങ്ങനത്തെ മനസ്സുമായിട്ട് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പ്രയാസമാ ജയബാല. ഓ അതിലൊന്നും കാര്യമൊന്നുമില്ല, നിങ്ങൾ വാന്ന് പറഞ്ഞ് ജയബാലൻ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ശാരദ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജയബാലൻ പറയുന്നു, അതാ അരവിന്ദന്റെ ഭാര്യ ശാരദ. ജയശ്രീ പതിയെ പറയുന്നു, അവരെ കണ്ടാലേ അറിയാം ഒരു പിടിപ്പില്ലാത്ത സ്ത്രീയാണെന്ന്. സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുകയാണ് ശാരദ. ജയബാലൻ പറയുന്നു, ശാരദേ, ഞാൻ ശാരദയെ നേരത്തെ തന്നെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാ സിനുവിന്റെ അമ്മ ജയശ്രീ. ജയശ്രീ പറയുകയാണ്, ഇതാണ് പെണ്ണിന്റെ അമ്മയെങ്കിൽ പെണ്ണിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുറ്റത്ത് വെച്ച് തന്നെ ബന്ധം ഉറപ്പിച്ച് പിരിയാമെന്ന്. ഈ അമ്മയുടെ ഐശ്വര്യവും തറവാടിത്തവും അല്ല അതുപോലെ തന്നെ മക്കൾക്കും കിട്ടിയിട്ടുണ്ടാകുമല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച ശാരദ പറയുന്നു, വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെ അവരെയും കൂടി അകത്തേക്ക് കയറി വരികയാണ് ശാരദ. ഗംഗ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഗംഗയെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരികയാണ് യമുനയും കാവേരിയും. ഗംഗ എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും പ്രായമുള്ളവരായതുകൊണ്ട് ചെറുക്കൻ ആരാണെന്നറിയാതെ ചെറുക്കൻ വന്നില്ലേന്ന് കാവേരി ചോദിക്കുകയാണ്. പുഞ്ചിരിച്ച ജയബാലൻ പറയുന്നു, ചെറുക്കനല്ലേ ഈ ഇരിക്കുന്ന സിനൂപ്. സിനീപ് പുഞ്ചിരിച്ച എല്ലാവരെയും നോക്കുമ്പോൾ ഗംഗയുടെ ഇരട്ടി പ്രായമുള്ള അയാളെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദയും കാവേരിയും ഗംഗയും യമുനയും രാധമ്മയും എല്ലാം. അയാളെ കണ്ട് ദേഷ്യത്തോടുകൂടി ശാരദ ഗംഗയും കൂട്ടി അകത്തേക്ക് പോകാനായി കാവേരിയോടും യമുനയോടും പറയുകയാണ്. വളരെ ദേഷ്യത്തോടുകൂടി ജയബാലനെയും സിനൂപിനെയും ഒന്ന് നോക്കിയിട്ട് ഗംഗയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കാവേരിയും യമുനയും. തുടർന്ന് ശാരദയെ കൊണ്ട് എങ്ങനെയും സമ്മതിപ്പിച്ച് ഈ വിവാഹം നടത്തുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ജയബാലൻ സിനൂപിനെയും വീട്ടുകാരെയും കൂട്ടി അവിടെ നിന്ന് പോകാനായി ഇറങ്ങുകയാണ്. ഈ സമയം വിനീത് അവിടേക്ക് വരികയും ജയബാലൻ വിനീതിനെ മാറ്റി നിർത്തി സംസാരിക്കുകയുമാണ്. നിന്നെ ആകർഷിക്കുന്ന ആ സംഗതിയില്ലേ ഗംഗ, അവളെ ഞങ്ങൾ ഇവിടുന്ന് കടത്താൻ പോകുക. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, വൈകാതെ തന്നെ കല്യാണവും നടക്കും. തുടർന്ന് കടയിലേക്ക് വന്ന വിനീത്
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗയുടെ ചിത്രത്തിലേക്ക് നോക്കുകയാണ്. വിനീതിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ബേബി ചേട്ടനും സലീമും. കാവേരിയുടെ വാക്കുകൾ കേട്ട് ഈ കല്യാണം നടക്കില്ല എന്ന് ശാരദ ജയപാലിനെ അറിയിക്കുന്നുവെങ്കിലും ജയപാലൻ എങ്ങനെയും ഈ കല്യാണം നടത്താനായി ശ്രമിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.